Hello friends, Jamee's cooking channel like എല്ലാവർക്കും സ്വാഗതം. സോ വീഡിയോ കാണുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു ചിക്കൻ മോമോസ് വിത്ത് ചട്നി ആണ്. സോ ഇവിടെ ഞാൻ 2 കപ്പ് മൈദയിൽ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. ഇതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ 1 കപ്പ് വെള്ളം ഗ്രാജുവലി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡോ ആക്കി എടുക്കണം. സോ നമ്മൾ മോമോസിൻ്റെ ഡോ ഇങ്ങനെ തന്നെ ആക്കി വെച്ചിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സോ നമ്മളിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് വെക്കാം, ചൂടാക്കാൻ വെച്ചു. ഇതിൽ നമ്മൾ 250 ഗ്രാം മിൻസ്ഡായ ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. സോ ഇനി നമ്മൾ ചിക്കൻ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യണം. സോ നമ്മൾ ചിക്കൻ ഇതിവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടിക്കോളും. നമ്മൾ അഡീഷണൽ വാട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് പുറത്തെടുത്ത് വെക്കാം. സോ നമ്മളിവിടെ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. സോ ഓയിൽ ചൂടായി വന്നാൽ 2 മീഡിയം സവാള ചെറുതായി മുറിച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളെ മിക്സ്ചർ ഇവിടെ റെഡിയായി. ഇനി ഇത് നമ്മൾ ചിക്കൻ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ മോമോസിലെ ചിക്കൻ സ്റ്റഫിങ് റെഡിയാണ്. സോ നമ്മൾ ഡോ റെസ്റ്റ് ചെയ്താൽ വെച്ചിനു. ഇനി ഇതെടുത്തിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് റോളാക്കിയിട്ട് ചെറിയ ചെറിയ പോർഷൻസിൽ കട്ട് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഡോ ഒരു പോർഷൻ അങ്ങനെ എടുത്തിട്ട് തിക്കായിട്ട് റോൾ ചെയ്ത് കൊടുക്കണം. സോ നന്നായി തിക്കായിട്ട് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ മിക്സ്ചർ ഡോൻ്റെ മിഡിലായിട്ട് ഈക്വലി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമ്മൾ മോമോസിൻ്റെ ഷേപ്പാക്കി കൊടുക്കാം. സോ ഇനി നമ്മൾ മോമോസ് ആക്കാൻ പോകുന്ന മോൾഡിൽ നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇത് ഇഡ്ഡലി ചെമ്പിലാണ് ആക്കുന്നത്. നിങ്ങളുടെ അടുത്ത് സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലും ആക്കാം. സോ നമ്മൾ മോമോസ് 10 മിനിറ്റ്സ് വരെ ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാം. സോ ഇനി നമ്മൾ മോമോസിന് വേണ്ടിയിട്ടുള്ള സ്പൈസി ചട്നി ഉണ്ടാക്കാം. സോ ഇവിടെ ഞാൻ 8 കായ്മുളകും 3 ടൊമാറ്റോ ചെറുതായി മുറിച്ചതും എടുത്തിരിക്കുന്നതാണ്. ഇതിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് വരെ മൈക്രോവേവ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഇവിടെ ഒരു പാൻ എടുത്തിന് ഇതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. സോ നമ്മൾ ഓയിൽ ചൂടായതിന് ശേഷം 2 ടീസ്പൂണ് ഗാർലിക്കും ജിഞ്ചറും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. സോ നമ്മൾ ഗാർലിക്ക് നന്നായി വഴറ്റി വന്നതിന് ശേഷം 2 ടീസ്പൂണ് ചെറുതായി മുറിച്ച ചെറിയ ഉള്ളി ഇതിൽ ചേർത്ത് കൊടുക്കാം. സോ നമ്മൾ ഉള്ളിയും നന്നായി വഴറ്റി കൊടുക്കാം. അതിൻ്റെ ശേഷം ഇവിടെ 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ഇടാം. അതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അയ്യോ, ഞാൻ ഇവിടെ കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ കുറച്ച് പുറത്തെടുക്കുന്നതാണ്. സോ ഇതിൽ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. അതിൻ്റെ ശേഷം 1 ടീസ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം ഇവിടെ ഞാൻ 1 ടീസ്പൂണ് വിനിഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ടൊമാറ്റോ റെഡ് ചില്ലിയും മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഒരു ഗ്രൈൻഡറിൽ എടുത്തിട്ട് നന്നായി സ്മൂത്ത് ആവുന്ന വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മൾ ഫസ്റ്റ് മിക്സറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് ഇതൊന്ന് തിക്കാന്ന് വരെ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ മോമോസ് ഇതാ 10 മിനിറ്റ് സ്റ്റീം ചെയ്ത് കഴിഞ്ഞു. ഇതിങ്ങനെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. നമ്മൾ ചട്നിയും റെഡി ആയിട്ടുണ്ട്. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് മോമോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ റെസിപ്പീസ് നിങ്ങളെ ഫ്രണ്ട്സിനടുത്തും ഫാമിലീൻ്റെ അടുത്തും എല്ലാം ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും.